കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞ ഡാറ്റ ടൈപ്സിനെ ഡിക്ലറേഷൻ ചെയ്യുന്നതും അതേപോലെ അതിലേക്ക് വാല്യൂസ് അസൈൻ ചെയ്യുന്നതൊക്കെ അല്ലേ. രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാം. അസൈൻമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടും അതേപോലെ തന്നെ ഡിഫോൾട്ട് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇനി ഈ അസൈനിങ് SQL queries റിസൾട്ട് ടു PL/SQL വേരിയബിളിലേക്ക് എങ്ങനെയാണ് അസൈൻ ചെയ്യാന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. നമുക്ക് ആദ്യം ഒന്നെങ്കിൽ യു ക്യാൻ യൂസ് ദ സെലക്ട് ഇൻ ടു സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ SQL അസൈൻ വാല്യൂസ് ടു PL/SQL വേരിയബിൾസ്. ഒന്നെങ്കിൽ നമുക്ക് സെലക്ട് ഇൻ ടു എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഫോർ ഈച്ച് items in the select list there must be corresponding type of compatible variables in the into list. The following example illustrate the concept. Let us create the table named customers എന്ന് പറയുന്ന ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാണ്. നോക്കാം, നമ്മൾ ആ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതിന് യൂസ് ചെയ്യേണ്ട കമാൻഡ് ക്രിയേറ്റ് ടേബിൾ നെയിം, അതാണ് അതിന്റെ പ്രൊസീജിയർ. പിന്നെ അതിൽ യൂസ് ചെയ്യുന്ന ഏതൊക്കെയാണ് നമ്മുടെ ആട്രിബ്യൂട്ട്സുകൾ ഏതൊക്കെയാണ്, അതിന്റെ കറസ്പോണ്ടിങ് ഡാറ്റ ടൈപ്സ് ഏതാണ്, അതിന്റെ കൺസ്ട്രെയിൻസ് എന്താണ്, ഇതൊക്കെയാണ് നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട സ്റ്റേറ്റ്മെന്റ്സ്. ഇപ്പൊ നോക്കാം, ക്രിയേറ്റ് ടേബിൾ കസ്റ്റമേഴ്സ് ID എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ടാക്കി ഓഫ് ടൈപ്പ് ഇൻറ്റീജർ. അതിൽ നോട്ട് നൾ ആവണം, അതിൽ എന്തായാലും കണ്ടന്റ് ഉണ്ടാവണം. നൾ എന്ന് പറയുന്ന കണ്ടീഷൻ അതിൽ ഉണ്ടാവാൻ പാടില്ല. നെയിം വാരിയബിൾ ക്യാരക്ടർ ആയിട്ട് ഡിക്ലെയർ ചെയ്തു. 20 സൈസ് നോട്ട് നൾ ആണ്. ഏജ് ഇൻറ്റീജർ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അഡ്രസ് ക്യാരക്ടർ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സാലറി ഡെസിമൽ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പ്രൈമറിക്ക് IDനെ നമ്മൾ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കമാൻഡ് റൺ ചെയ്യുന്ന സമയത്ത് ടേബിൾ ക്രിയേറ്റഡ് എന്നുള്ള മെസ്സേജ് നമുക്ക് കാണാൻ കഴിയും. ഇനി ഇതിലേക്ക് എങ്ങനെയാണ് ഇൻസേർട്ട് ഇൻ ടു കമാൻഡ്സ് വെച്ചിട്ട് ഡാറ്റാസ് എൻ്റർ ചെയ്യണമെന്ന് നോക്കാം. നമുക്ക് അതിലേക്ക് ഓരോ എലമെന്റ്സ് കൊടുക്കണം. ഇൻസേർട്ട് ഇൻ ടു കസ്റ്റമർ എന്ന് പറഞ്ഞ ടേബിളിലേക്കാണ് കൊടുക്കേണ്ടത്. അതിൽ ID, നെയിം, ഏജ്, അഡ്രസ്, സാലറി, ഇത്രയും ഡീറ്റെയിൽസൊക്കെയാണ് ഡാറ്റാസ് കൊടുക്കേണ്ടത്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് എന്തൊക്കെയാണ്? 1 രമേഷ്, 32 അഹമ്മദാബാദ് ആൻഡ് 2000 എന്ന് പറയുന്ന വാല്യൂസ് ആണ് നമുക്ക് അതിലേക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഓരോന്നും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഡിയിലേക്ക് 1 പോവും, നെയിമിലേക്ക് രമേഷ്, ഏജിലേക്ക് 32, അഡ്രസ്സിലേക്ക് അഹമ്മദാബാദ്, സാലറിയിലേക്ക് 200, ഇങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് ഓരോന്നിലേക്കും അത് ഇൻസേർട്ട് ആയി പോകും. ഓക്കെ, ഇതാണ് ഒരു ഓപ്ഷൻ. ഇനി അതല്ലാതെ നമുക്ക് വാല്യൂസ് അസൈൻ ചെയ്യാൻ PL/SQL യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. യൂസിങ് സെലക്ടിങ് ക്ലോസ് ഓഫ് SQL. ഇതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്തു. കസ്റ്റമർ ID, കസ്റ്റമർ നെയിം, ID പെർസെൻറ്റേജ് ടൈപ്പ് ഈക്വൽ ടു 1, നെയിം കസ്റ്റമർ നെയിം, അതിൻ്റെ ടൈപ്പ്, അഡ്രസ്സ് ടൈപ്പ്, സാലറി ടൈപ്പ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബിഗിൻ സെലക്ട് നെയിം അഡ്രസ് സാലറി ഇൻടു നെയിം അഡ്രസ് സാലറി ഫ്രം കസ്റ്റമേഴ്സ് വേർ ID ഈസ് ഈക്വൽ ടു CID. എന്ത് ചെയ്യണം? CID എന്നുള്ളത് IDനായിട്ട് മാച്ച് ചെയ്യുന്നതിലേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഡാറ്റാസ് എൻ്റർ ചെയ്യണം. ഇതാണ് ഒരു അസൈൻ ദ വാല്യൂസ് ഫ്രം എബൌട്ട് ടേബിൾ ടു PL/SQL വേരിയബിൾ. നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് PL/SQL വേരിയബിളിലേക്ക് വാല്യൂ കൊടുക്കാനുള്ള ഫോർമാറ്റാണ് ഈ കാണിച്ചിട്ടുള്ളത്. സോ കസ്റ്റമർ രമേഷ് ഫ്രം അഹമ്മദാബാദ് ഏൺസ് 2000 എന്നുള്ളത് എന്താവും? വിൽ ബി ദ റിസൾട്ട്. ഫസ്റ്റത്തെ വാല്യൂ മാത്രമായിരിക്കും ഇവിടെ. നമ്മൾ ടൈപ്പ് 1 എന്നുള്ള കസ്റ്റമർ ID ആണ് കൊടുത്തതെങ്കിൽ അതിലത്തെ വാല്യൂസ് ആയിരിക്കും ഇതിലേക്ക് വരിക. സോ PL/SQL പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യും. ഡിക്ലെയറിംഗ് കോൺസ്റ്റന്റ്. ഒരു കോൺസ്റ്റന്റ് വാല്യൂവിനെ ഡിക്ലെയർ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. കോൺസ്റ്റന്റ് ഡിക്ലെയർഡ് യൂസിങ് കോൺസ്റ്റന്റ് കീവേഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. പൈ കോൺസ്റ്റന്റ് നമ്പർ ഇസ് ഈക്വൽ ടു 3.14 എന്നുള്ള ആ വാല്യൂസ് കൊടുത്തു. കോൺസ്റ്റന്റ് ഡിക്ലറേഷൻ പൈ കോൺസ്റ്റന്റ് നമ്പർ ഇസ് ഈക്വൽ ടു ആ വാല്യൂ കൊടുത്തു. ആൻഡ് അതർ ഡിക്ലറേഷൻ നമ്മൾ സാധാ ഡിക്ലറേഷൻ പാർട്ട് പോയി. ഇനി എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന വർക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേഡിയസ് കാണാനാണ്. റേഡിയസും ഡയാമീറ്ററും റേഡിയസ് തന്നിട്ടുണ്ട്, ഡയാമീറ്റർ കാണാനാണ്.
അതേപോലെ തന്നെ സർക്കംസ്റ്റൻസും ഏരിയയും കാണാൻ വേണ്ടിയിട്ടാണ് റേഡിയസ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് കാണാനുള്ള ഇക്വേഷൻ പൈ എന്നുള്ള വാല്യൂവിനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട്, ഒരു കോൺസ്റ്റന്റ് വാല്യൂവിനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ദെൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസൾട്ടും ഷോ ചെയ്തിട്ടുണ്ട്. PL/SQL ലിറ്ററൽസ്. ഓക്കെ, literals is an explicit numeric character string boolean values not represented by an identifier. For example, ഇപ്പോൾ നമുക്ക് true 786 null എന്നൊക്കെ പറയുന്ന വാല്യൂസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേതെങ്കിലും ഒരു മെത്തേഡിലൂടെ വാല്യൂസ് കൊടുക്കാൻ പറ്റും. ഏതൊക്കെ PL/SQL സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ലിറ്ററൽസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ന്യൂമറിക് ലിറ്ററൽ, ക്യാരക്ടർ, സ്ട്രിംഗ്, ബൂളിയൻ ആൻഡ് ഡേറ്റ് ആൻഡ് ടൈം ലിറ്ററൽസ്. ഓക്കെ, ഇപ്പോൾ ന്യൂമറിക് ലിറ്ററൽ ആണെന്നുണ്ടെങ്കിൽ അതിൽ കൊടുക്കാൻ പറ്റുന്ന വാല്യൂസും അതിൻ്റെ എക്സാമ്പിൾസും ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ക്യാരക്ടറിനുള്ളത് കാണിച്ചിട്ടുണ്ട്, ബൂളിയനുള്ളത് കാണിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ടൈം സ്റ്റാമ്പിനുള്ളത്, ഡേറ്റ് ആൻഡ് ടൈമിനുള്ളതും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് നമ്മൾ നോർമലി കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. വെറുതെ അതിലേക്ക് പോയിട്ട് നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട. നമുക്കൊരു സിംഗിൾ കോഡ്സ് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, മെസ്സേജിൽ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇതേപോലെ ഒരു ദാറ്റ്സ് എന്നുള്ള ഒരു മീനിങ്ങിൽ നമുക്കത് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മെസ്സേജിൻ്റെ ഉള്ളിൽ അത് ഡിക്ലറേഷൻ ചെയ്താൽ ആ സിംഗിൾ കോഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ പ്രിന്റ് ചെയ്ത് വന്നോളും. ഇനി നമുക്ക് കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സിലേക്ക് പോവാം. കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ സീലൊക്കെ കണ്ട അതേപോലെ തന്നെയാണ് ഇവിടെയും കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്. ഇഫ് സ്റ്റേറ്റ്മെന്റ് അസോസിയേറ്റഡ് വിത്ത് എ കണ്ടീഷൻ വിത്ത് എ സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്മെന്റ് എൻക്ലോസ്ഡ് ബൈ ദി കീവേഡ്സ് then and end. If the condition is true, the statement get executed, and if the condition is false or null, then if the statement does nothing. അപ്പോൾ ഇവിടെ നോക്കുക സിൻടാക്സ്. ഇഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ യെസ് എന്നുള്ള ഫോർമാറ്റ് എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ എൻഡ് ചെയ്യും. വേർ കണ്ടീഷൻ ഈസ് ബൂളിയൻ ഓർ റിലേഷണൽ കണ്ടീഷൻ ആൻഡ് യെസ് ഈസ് എ സിമ്പിൾ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾസ് ഓഫ് ഇഫ് ദെൻ സ്റ്റേറ്റ്മെന്റ്. ഇവിടെ നോക്കുക, നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20 വരെയുള്ള നമ്പേഴ്സിനെ കൗണ്ട് ചെയ്യാനാണ്. then a less than or equal to 20, then c is equal to c plus 1. Then boolean expression condition evaluates the true, then the block of the code inside the if statement will be executed. If the boolean expression evaluates to false, then the first set of code after the end of if statement after the closing end if will be executed. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് ട്രൂ ആണെങ്കിൽ, ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ ദെൻ എന്ന് പറയുന്ന കീവേഡിന് ശേഷമുള്ള കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ ഇത് ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ എൻഡ് ഇഫിന് ശേഷം ഏത് കമാൻഡ് ആണോ ആദ്യം വരുന്നത് അതിനെ എക്സിക്യൂട്ട് ചെയ്യും. അതിൻ്റെ ഒരു പിക്ചറിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. നമുക്കൊരു കണ്ടീഷൻ, ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു, ആ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നമ്മളൊരു കണ്ടീഷൻ തരും, ആ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ കണ്ടീഷൻ കോഡിലേക്ക്, കണ്ടീഷൻ ബ്ലോക്കിലേക്ക് എക്സിക്യൂട്ട് ചെയ്യും. അതല്ല, ഇഫ് കണ്ടീഷൻ ഈസ് ഫാൾസ്, ദെൻ ഇഫ് കണ്ടീഷൻ ഈസ് ഫാൾസ് ഇറ്റ് ഗോസ് ആഫ്റ്റർ ദി എൻഡ് ഇഫ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാം തന്നിട്ടുണ്ട്. മേലെ പറഞ്ഞ അതേ ഇതിൻ്റെ തന്നെ ഒരു പ്രിന്റിംഗ് ആണ്. നമ്മൾ നമ്പർ എന്നുള്ളിലേക്ക് 10 കൊടുത്തിട്ടുണ്ട്. സോ എ ഈസ് ഈക്വൽ ടു 10, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20 എന്ന് പറഞ്ഞാൽ 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20. ദെൻ കണ്ടീഷൻ ട്രൂ ആണ്, അപ്പം എന്ത് ചെയ്യും, എ ഈസ് ലെസ് ദാൻ 20, 10 ഈസ് ലെസ് ദാൻ 20 എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യും. ദെൻ എൻഡ് ഇഫ് എൽസ് എന്ത് ചെയ്യും, ഡാറ്റാബേസ് വാല്യൂ ഈസ് എ. എന്താണ് ആ വാല്യൂ? ഇപ്പോൾ നമ്മൾ ഈ 21 ആണ് കൊടുത്തത് വിചാരിക്കുക, അപ്പോൾ ആണെങ്കിൽ 20 വാല്യൂ ഓഫ് എ ഈസ് 21 എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അത് പ്രിന്റ് ചെയ്യും. ഓക്കെ, അതിനൊരു ഇഫ് എൽസിനൊരു എക്സാമ്പിളാണ്.
ഇനി ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് മെയിനായിട്ട് വൈൽ ലൂപ്പും ഫോർ ലൂപ്പാണ് നമ്മളിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. ഇനി നമുക്ക് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. വൈൽ ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതേമാതിരി തന്നെ ഫോർ ലൂപ്പും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എ വൈൽ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ PLSQL പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് റിപ്പീറ്റിംഗ് എക്സിക്യൂട്ട്സ് എ ടാർഗറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആസ് ലോങ് ആസ് ഗിവൺ കണ്ടീഷൻ ഈസ് ട്രൂ. ഗിവൺ കണ്ടീഷൻ ട്രൂ ആവുന്നത് വരെ ശ്രദ്ധിക്കണം. മറ്റേത് നമ്മൾ ഫോൾസ് ആകുമ്പോഴായിരുന്നു നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ കണ്ടീഷൻ ട്രൂ ആവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ്മെന്റ് ബ്ലോക്കിൽ നിന്ന് എക്സിറ്റ് ആവുന്നത്. വൈൽ കണ്ടീഷൻ, ഇതാണ് അതിന്റെ സിൻടാക്സ്. വൈൽ കണ്ടീഷൻ ലൂപ്പ്, സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്മെന്റ്, എൻഡ് ലൂപ്പ്. ഓക്കെ, ദെൻ ഒരു എക്സാമ്പിൾ പ്രോഗ്രാം തന്നിട്ടുണ്ട്. ഡിക്ലെയർ എ നമ്പർ equal to 10 while a less than or equal to 20. ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ 20 ആണ്. ലൂപ്പ് ചെയ്തു, വാല്യൂ ഓഫ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്തു, എനെ അപ്ഡേറ്റ് ചെയ്തു, a 11 ആയി. a 11 ആയി കഴിഞ്ഞാൽ 11 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20, 11 20നേക്കാളും ചെറുതാണ്. സോ അത് ലൂപ്പിലേക്ക് എൻ്റർ ചെയ്തു. അങ്ങനെ ആ ലൂപ്പ് എന്ത് ചെയ്യും, 21 ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, ലൂപ്പ് എക്സിറ്റ് ചെയ്യും. ഓക്കെ, 21 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20 എന്ന് പറയുന്ന കണ്ടീഷൻ എത്തുമ്പോൾ ആ ലൂപ്പിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ആവും. അത് തന്നെ സെയിം കേസിനെ നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. ഫോർ ലൂപ്പിൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിക്ലെയർ എ നമ്പർ ഓഫ് 2 ഫോർ എ ഇൻ 10 to 20. എ 10 മുതൽ 20 വരെ എന്നുള്ള ഒരു മീനിങ് ആണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. എ ഇൻ 10 to 20 ലൂപ്പ് 10 അങ്ങനെ അത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്ത് 20 വരെ മൂവ് ചെയ്യും. ഓക്കെ, ഇനി വേറൊരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് വിത്ത് കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, നമ്മൾ മിക്സ് ചെയ്യാണ് രണ്ടും കൂടെ. അതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ സിയിലൊക്കെ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഡിക്ലെയർ എക്സ് ഇസ് ഈക്വൽ ടു 20 ലൂപ്പ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 10. if x greater than 50 then എക്സിറ്റ് ചെയ്യും. ആൻഡ് ഇഫ് എൻഡ് ലൂപ്പ്. ഓക്കെ, ഇതിന്റെ ഇടയിൽ ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് കാണിക്കുന്നുണ്ട്. എന്താണ്, DBMS ഔട്ട്പുട്ടിലോട്ട് ജസ്റ്റ് എക്സിനെ പ്രിന്റ് ചെയ്യാനുള്ള ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റും പറയുന്നുണ്ട്. Then when the above code is executed, the SQL prompt is produce the following result 10 20 30 40 അങ്ങനെ 60 വരെ 60 ആയി കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യും. ഇങ്ങനെ exist when the statement instead of the exist statement. Exit control resumes here. DBMS output line after exit x is x എന്നുള്ള ഈ ഒരു കമന്റും കൂടി പ്രിന്റ് ചെയ്തിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് പറഞ്ഞത്. സോ എന്ത് ചെയ്യും, ആഫ്റ്റർ എക്സിറ്റ് എക്സിറ്റ് ചെയ്തതിന് ശേഷം എക്സിന്റെ വാല്യൂ, ഇവിടെ ശരിക്കും ഇൻക്രിമെന്റേഷൻ നടക്കുന്നുണ്ട്, ആ വാല്യൂ കൂടി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എക്സിറ്റ് ചെയ്തതിന് ശേഷമുള്ള വാല്യൂ നമ്മളത് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എക്സിറ്റ് ചെയ്തതിന് ശേഷമുള്ള വാല്യൂ കൂടി കാണിച്ചിട്ടാണ് എക്സിറ്റ് ആവുന്നത്. ഓക്കെ, this one another type of looping statement. ഇവിടെ ഏത് ലൂപ്പാന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ ലൂപ്പ് എന്നുള്ള ഒരു പ്രോസസ്സ് അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് വൈൽ ആവാം, ഫോർ ആവാം, ഏതെങ്കിലും ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ഇത്. അതും റിപ്പീറ്റേഷൻ തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ഓക്കെ, ഈ ഒരു മിക്സിംഗ് ആണ്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സിന്റെയും കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഒരു മിക്സിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അത് പ്രൈം നമ്പർ ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ഓക്കെ.